ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിവിധ യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കാലിക്കറ്റ്, അതേപോലെ തന്നെ കേരള, കണ്ണൂർ MG ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് ഈ വിളിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് admission.uoc.ac.in എന്നൊരു വെബ്സൈറ്റിൽ വന്ന് PG ക്യാപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൂടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റിക്കും അതേപോലെ ക്യാപ്ച അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഒന്നാമതായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ആണ് അടക്കേണ്ടത്. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഓൾറെഡി മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ രണ്ടാമത് അടക്കേണ്ട, ഒരു തവണ മാത്രമാണ് അടയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, മാൻഡേറ്ററി ഫീ അടക്കുക. അപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 5/8/2024 വരെയാണ്. അതിനുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാൻഡേറ്ററി ഫീ ലിങ്ക് വഴി നിങ്ങൾ ഈ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡും ഈ പറയുന്ന 5/8/2024 വൈകിട്ട് 3 മണിക്കുള്ളിൽ വിദ്യാർത്ഥി ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ ഏത് കോളേജിലാണോ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ സമയം ഒന്നുകൂടി കൺഫേം ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ, അതായത് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ അവിടെ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ഇനി ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ പറയുന്ന 5/8/2024 നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തിനും ശ്രദ്ധിക്കുക, നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാത്തവരുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് 5/8/2024 ശേഷം ഒരുപാട് കോളേജിൽ ഒരുപാട് സീറ്റുകൾ, ഒരുപാട് വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി ഭാഗത്തിനും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്, അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഉടൻ 5/8/2024 ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്തവരൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഓൾറെഡി അതത് കോളേജുകൾ നിങ്ങളുടെ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടണം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും അതേപോലെ PW കോട്ട റാങ്ക് ലിസ്റ്റും എല്ലാം വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾ കൊടുത്തത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോളേജിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ട അതേപോലെ PWD സ്പോർട്സ് കോട്ട ഉൾപ്പെടെ എല്ലാ കോട്ടകളിലേക്കുമുള്ള അഡ്മിഷൻ 2/8/2024 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന വിവിധ കോട്ടകളിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരിട്ട് പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ നിങ്ങൾ കൺഫേം ആക്കുക. ഇനി രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇനിയും പരിശോധിക്കാത്തവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജിൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജൂലൈ 31 നാളെയാണ് നിലവിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിലെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിയിക്കാം. അതുപോലെ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു മാറ്റവുമില്ല. സെയിം കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിലും വിദ്യാർത്ഥികൾ നേരിട്ട് പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ഫീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പെർമനൻ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഇനി കൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് പല വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കാതെയും അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ നിലവിൽ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുറത്താക്കിയിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും അഡ്മിഷൻ പ്രൊസീജിയറിൽ തിരിച്ചു വരണമെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള സീറ്റ് വേക്കൻസിയിലൂടെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും മൂന്നാമതായിട്ട് അലോട്ട്മെൻറ്റ്, അതായത് സപ്ലിമെൻ്ററി
സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ വിളിക്കുന്ന സമയത്ത് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ തിരിച്ചു വരാൻ അതായത് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഉടൻ തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ച് നാളെ തന്നെ പരമാവധി 31-ാം തീയതിയാണ്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷൻ എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തിനും നിലവിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിലെന്തായാലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ യൂണിവേഴ്സിറ്റി ഭാഗത്തിനും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന വേക്കൻസികളോട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതത് കോളേജിൽ ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ പോയിട്ട് നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തിനും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള വേക്കൻസിയിലോട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തിനുമുള്ള സ്പോട്ട് അഡ്മിഷൻ അതേപോലെ അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഭാഗത്തിനും ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷവും അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതുവരെയും അഡ്മിഷൻ എവിടെയും കിട്ടാതെ വിദ്യാർത്ഥികൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് മിനിമം സീറ്റുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ തൊട്ടടുത്ത ദിവസം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. MG യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയിൽ അതായത് കോളേജിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്ന് 30-ാം തീയതിയായിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും നിലവിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ അതായത് നിങ്ങൾ നിലവിൽ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും നാളെ 31-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ടൈം അനുവദിക്കുന്നതായിരിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾ വീണ്ടും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഭാഗത്തിനും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിലവിൽ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും 5/8/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ എഡ്യൂക്കേഷൻ അപ്ഡേറ്റും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.